തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിനു പിന്നാലെ ബീഹാറിൽ സീറ്റ് വിഭജനത്തിലെ തർക്കങ്ങൾ പരിഹരിക്കാൻ മുന്നണികളിൽ തിരക്കിട്ട നീക്കം. BJP നേതാക്കൾ LJP നേതാവ് ചിരാഗ് പാസ്വാനെ വീട്ടിലെത്തി കണ്ടു. ചിരാഗ് 40 സീറ്റ് ആവശ്യപ്പെട്ടതോടെ NDAയിലെ സീറ്റ് വിഭജനം പ്രതിസന്ധിയിലായിരുന്നു. മഹാഗഠബന്ധനിലൂടെ 3 കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കുമായി 35 സീറ്റ് നൽകാമെന്നാണ് RJDയുടെ വാഗ്ദാനം. കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കളുമായി തേജസ്വി യാദവ് പ്രത്യേകം കൂടിക്കാഴ്ച നടത്തും. ബീഹാറിൽ നിന്ന് ആദിൽ പാലോടുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ആദിൽ പാലോട്, ഗുഡ് ഈവനിങ്. എങ്ങനെയുണ്ട് ബീഹാറിലെ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ആദ്യത്തെ ദിവസത്തിന്റെ വാർത്താപ്പകൽ കടന്നു പോകുമ്പോൾ? നല്ല ചൂടുണ്ടല്ലേ രാഷ്ട്രീയത്തിനും അന്തരീക്ഷത്തിനും? ഉറപ്പായും അത് തന്നെയാണ്. മാത്രമല്ല, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ബീഹാറിൽ തെരഞ്ഞെടുപ്പ് പ്രചരണം ചൂടുപിടിച്ചു എന്നതിനപ്പുറത്തേക്ക് അടച്ചിട്ട വാതിലുകൾക്കുള്ളിൽ ചർച്ചകൾ തുടരുകയാണ്. സമവായ നീക്കങ്ങളും കാലുപിടിക്കലും ഒക്കെ തുടരുന്നു എന്നുള്ളതാണ് ഇന്ന് ബീഹാറിൽ കണ്ട കാഴ്ച. വളരെ പ്രധാനപ്പെട്ട കാര്യം, 2 മുന്നണികളിലെയും ചെറു പാർട്ടികൾ കൂടുതൽ സീറ്റ് ആവശ്യപ്പെട്ട് രംഗത്തെത്തുന്നു എന്നതാണ്. ചിരാഗ് പാസ്വാൻ 40 സീറ്റ് ആവശ്യപ്പെടുന്നു. അതൊരിക്കലും നൽകാനാകില്ല എന്നത് യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് 25 സീറ്റിൽ ഒന്ന് ഒതുക്കണം എന്ന ആവശ്യമാണ് BJP നേതാക്കൾ ധർമ്മേന്ദ്ര പ്രധാനും മറ്റു പ്രധാനപ്പെട്ട നേതാക്കൾ വിനോദ് താവ്ഡെയും ദില്ലിയിലെ വീട്ടിലെത്തി ചിരാഗ് പാസ്വാനെ കാണുന്ന സാഹചര്യമുണ്ടായത്. മറ്റൊന്ന്, കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ കൂടുതൽ സീറ്റ് ആവശ്യപ്പെട്ട് മഹാഗഠബന്ധനിൽ പ്രശ്നമുണ്ടാക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ പ്രശ്നമുണ്ടാക്കുന്നതിൽ സമവായത്തിനൊരുങ്ങുകയാണ് RJD. 35 സീറ്റ് എല്ലാവർക്കുമായി നൽകാനേ തൽക്കാലം കഴിയുകയുള്ളൂ എന്നുള്ളതാണ് RJDയുടെ നിലപാട്. ഏതായാലും ഇക്കാര്യത്തിലൊക്കെ വ്യക്തത ഇനിയും വരാനുണ്ട്. എത്രയും വേഗം സീറ്റ് വിഭജന ചർച്ചകൾ പൂർത്തിയാക്കണം. അതിനുശേഷമാകും ഗ്രൌണ്ടിലേക്ക് ഇറങ്ങി, ഫീൽഡിലേക്ക് ഇറങ്ങി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ചൂടും ചൂരും ബീഹാറിൽ അത് അനുഭവിച്ചറിയാൻ കഴിയുകയുള്ളൂ. ഏതായാലും ഇപ്പോൾ ബീഹാറിലും ദില്ലിയിലുമായി തിരക്കിട്ട സീറ്റ് വിഭജന ചർച്ചകൾ തുടരുകയാണ്. അരുൺ, താങ്ക് യു. ആദിൽ പാലോടാണ് ബീഹാറിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.